ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതിന് മുൻപ് ഒരു കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു സങ്കടവും തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു, ടിപ്സ് ഞാൻ വൈകുന്നേരത്തെ വീഡിയോയിലേക്ക് ഇട്ടേക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒരു കമന്റിൽ ഞാൻ കണ്ടതാണ്, ആളുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല, വേറെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ലാസ്റ്റ് ചാൻസ് ആണ് ആൾക്ക്. അപ്പം പുള്ളിക്കാരി എന്താ പറയുക, പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, പിന്നെ പലതവണ എക്സാം എഴുതിയിട്ട് കിട്ടാണ്ട് മറ്റുള്ളവർ കളിയാക്കുന്നതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ കളിയാക്കണം ഓർത്ത് വിഷമിക്കുന്നത്? അല്ലേ, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആരുടെയും വായടച്ചു വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ കളിയാക്കുന്നവർ ഒരു വശത്തുകൂടി കളിയാക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അവരുടെ കളിയാക്കലിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നതിൽ അർത്ഥമാണെന്ന് എനിക്ക് തോന്നാനില്ല. നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം, മറ്റുള്ളവർ നമ്മളെ ടീസ് ചെയ്യുന്നതിനോ അങ്ങനെ ഒന്നും ആയിരിക്കരുത്. ഓക്കെ, അപ്പോൾ കളിയാക്കുന്നവർ അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരങ്ങനെ ആയിരിക്കും, അവർ കളിയാക്കിക്കൊള്ളട്ടെ, മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ പഠിച്ചത് മറന്നു പോകുന്നുള്ളൊരു പ്രശ്നം അല്ലേ, പഠിച്ചത് മറന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണമായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം എക്സാം അടുക്കുന്ന സമയത്ത് ചുമ്മാ പഠിക്കുക എന്നുള്ളതല്ല, പല തവണ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്യാനും കൂടി പഠിക്കണം. അതാണ് മറന്നു പോർക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ഇപ്പോൾ പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും മറന്നു പോകുന്നു. നമുക്ക് പണ്ടൊക്കെ PSCക്ക് തത്തമ്മ പൂച്ച ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ആൻസർ പറയുന്നു, അത് ഫാക്ട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ആ ഒരു ട്രെൻഡ് തന്നെ മാറി. അതുകൊണ്ട് നമുക്ക് തത്തമ്മ പൂച്ചയ്ക്ക് കോഡ് വെച്ച് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കോഡിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ടെക്നിക്ക്. അത് ഏത് എക്സാമിനാണേലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറന്നു പോകുന്നതിനുള്ളൊരു റെമഡി എന്ന് പറയുന്നത് റിവിഷനാണ്. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പോൾ റിവിഷൻ ചെയ്യുന്നതിന് നിങ്ങൾ കുത്തിയിരുന്ന വീഡിയോ കാണുകയോ ആ നോട്ട് വായിക്കുകയോ ഒന്നും വേണ്ട. നല്ലൊരു റിവിഷൻ ഞാൻ മെത്തേഡ് പറഞ്ഞു തരാം. ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതിന് ശേഷം പിന്നീട്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് വെച്ചേക്കൂ. നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു മ്യൂസിക് കേൾക്കുന്നതിന് പകരം നമുക്ക് ഏത് ടോപ്പിക്കിൻ്റെ ക്ലാസ് ആണോ വേണ്ടത് അതങ്ങ് പ്ലേ ചെയ്ത് വയ്ക്കുക. പലതവണ കേൾക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് എന്നുള്ളതാണ്. അതായത് റിവിഷൻ. നിങ്ങൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നോ അത് അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഏജ് ഓവർ ആകേറെ എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഏജ് ഓവർ ആയിട്ടും ഇങ്ങനെ ജോലി കിട്ടാത്തതിൽ വിഷമം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതോർത്ത് സങ്കടപ്പെട്ടിരുന്നാലും നമുക്കതിനെ നേരം കാണുള്ളൂ. എന്താണ്, അടുത്ത എക്സാമിനേഷൻ എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇനിയെങ്കിലും സർവീസിൽ കയറാൻ പറ്റുമോ, അല്ലെ, അതിനു വേണ്ടി പ്രയത്നിക്കുക. അല്ലാതെ പലരും ചുറ്റും നിന്ന് കളിയാക്കലും കൂകി വിളിക്കലും ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ തളർത്തുകയുള്ളൂ, ഒരിക്കലും തളരാൻ പാടില്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നല്ല കോൺഫിഡൻറ്റോട് കൂടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കണം. അല്ലാതെ അവർ കളിയാക്കുന്നു ഇവർ കളിയാക്കുന്നു എന്നോർത്ത് വിഷമിച്ചാൽ അവർ ഡിപ്രഷനിലേക്ക് പോകും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൽ നൊബേൽ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ലേറ്റസ്റ്റ് നൊബേൽ സമ്മാനമാണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പഠിക്കാം വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2 പേരാണ് പങ്കിട്ടത്. ഒന്ന് ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും മറ്റൊന്ന് ഡോക്ടർ ഡ്രൂ വൈസ്മനും. പേര് മറന്നു പോകരുത്, ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മനും. ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡോക്ടർ ഡ്രൂ വൈസ്മൻ, ഈ 2 പേർക്കായിരുന്നു എന്താ, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അല്ലെ, വൈദ്യശാസ്ത്രമാണ് വൈസ്മൻ, വൈദ്യശാസ്ത്രം വൈസ്മൻ അല്ലെ. പിന്നെ ആർക്കാണ്, ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. അപ്പോൾ ഡോക്ടർ ഡ്രൂ വൈസ്മാനും ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി നമ്മളോട് ഇപ്പോൾ PSC ഈ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്ന് മാത്രമല്ല, ചിലപ്പോൾ പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ എന്ത് ഗവേഷണത്തിനാണെന്നും കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഓർത്ത് വെക്കുക, mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയ അവരുടെ ഗവേഷണത്തിനായിരുന്നു അംഗീകാരം. അതായത് ജനിതക തന്മാത്രയിലെ ന്യൂക്ലിയോസൈഡ് ഘടകം അടിസ്ഥാനമാക്കി കൂടുതൽ ഫലപ്രദമായ mRNA വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള കണ്ടെത്തലിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്, നൊബേൽ പ്രൈസ് ലഭിച്ചത്. mRNA വാക്സിൻ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ അല്ലെ. അപ്പൊ അതിനുള്ള ഗവേഷണം, അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സംഭവം ഇതാണ്, ജനിതക തന്മാത്രയിലെ ന്യൂക്ലിയോസൈഡ് ഘടകം അടിസ്ഥാനമാക്കി കൂടുതൽ ഫലപ്രദമായ mRNA വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിയും എന്നുള്ള കണ്ടെത്തലിനാണ് ഡോക്ടർ ആർക്ക് കിട്ടിയത്,
കാറ്റ്ലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മാനും വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചതാ. ഇനി ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആർക്കാ നൊബേൽ പ്രൈസ് കിട്ടിയതെന്ന് പറഞ്ഞു നോക്കിയേ. ആർക്കാ കിട്ടിയത്? ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മാനും. എന്തിനാ കിട്ടിയത്? ന്യൂക്ലിയോസൈഡ് ഘടകം അടിസ്ഥാനമാക്കി കൂടുതൽ ഫലപ്രദമായ mRNA വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള കണ്ടെത്തലിനാണ് എന്ത് കിട്ടിയത്? അവാർഡ് കിട്ടിയത്. അപ്പം ഇത് ബൈഹാർട്ട് ചെയ്തില്ലേലും ഇതിൽ 2-3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന്, ന്യൂക്ലിയോസൈഡ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവുക. mRNA വാക്സിനുകളും ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഈ സെന്റൻസ് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. അതിനകത്ത് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കുക. ന്യൂക്ലിയോസൈഡും mRNA വാക്സിനും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ തന്നിരിക്കുന്നതിനകത്ത് ഈ 2 ഘടകങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം. 3 പേർക്കാണ് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ആൻ ലൂലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്. ഈ പേരൊക്കെ നമുക്ക് പുതുതായി വരുന്ന പേരുകളാണ് അല്ലേ. അതായത് നമ്മുടെ മെമ്മറിയിൽ നമ്മൾക്ക് പരിചയമില്ല, ഫോറിൻ നെയിംസ് ആണ്, നമ്മളുടെ മെമ്മറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം മെമ്മറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം പേരുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിലേക്ക് വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ നോട്ട് എഴുതിയത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ ഓർത്ത് വെക്കുക ആർക്കൊക്കെയാണ്? പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്, ആൻ ലൂലിയർ. ഇത്രയും പേർക്കാണ് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന 5ാമത് വനിതയാണ് ആൻ ലൂലിയർ. ഓക്കെ, ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന 5ാമത് വനിതയാണ് ആൻ ലൂലിയർ. ഇനി എന്തിനാണ് ഇവർക്ക് അംഗീകാരം? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അംഗീകാരവും കൂടി പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇവർക്ക് അംഗീകാരം കിട്ടിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗനിർണയത്തിനും ഇലക്ട്രോണിക്സിന്റെ നൂതന മേഖലകൾക്കും ഉപകാരപ്പെടും വിധം പ്രകാശത്തിന്റെ സൂക്ഷ്മകണങ്ങൾ ആറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനായിരുന്നു അംഗീകാരം. ആറ്റോസെക്കൻഡ് പൾസസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങളാണ്. ഇത് രോഗനിർണയത്തിനും ഇലക്ട്രോണിക്സിന്റെ നൂതന മേഖലകൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം രോഗനിർണയത്തിനും ഇലക്ട്രോണിക്സിന്റെ നൂതന മേഖലകൾക്കും ഉപകാരപ്പെടും വിധം പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങൾ ആറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനായിരുന്നു പിയർ അഗസ്റ്റീനിക്കും ഫെറൻസ് ക്രോസിനും ആൻ ലൂലിയർക്കും എന്ത് കിട്ടിയത്? ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത് പഠിക്കുക, മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഒരു കാര്യം ഓർത്തപ്പോ പറഞ്ഞോട്ടെ, സൺഡേ ക്ലാസ് ഇല്ല കേട്ടോ. അതായത് സൺഡേ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. മൺഡേ ടു സാറ്റർഡേയ്സ് ആണ് ക്ലാസ്. സൺഡേ മോർണിംഗും അതുപോലെ തന്നെ 3 നേരം നമ്മൾ ചെയ്യുന്ന വീഡിയോയില് 3 വീഡിയോ ക്ലാസ്. അത് സൺഡേ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇപ്പം സൺഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് കിടക്കുന്ന ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ പഠിക്കാം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക്, അതായത് ഈ 2024 LDC LGS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ കണ്ടു പഠിക്കുക. അതുകൊണ്ട് സൺഡേ ഞാൻ പ്രത്യേകിച്ച്, സൺഡേ എല്ലാവർക്കും പല പല പരിപാടികളാണ്. അപ്പം അതുകൊണ്ട് സൺഡേ നമ്മൾ ക്ലാസ് ഇടുന്നില്ല കേട്ടോ. അടുത്ത ക്ലാസ് മൺഡേ ആയിരിക്കും. നെക്സ്റ്റ് രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ആണ്. രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് 3 പേർക്കാണ്. മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ് എന്നിവർക്കാണ്. ആർക്കൊക്കെയാണ്? ലൂയി ബ്രസ്, മൗങ്കി ബാവേണ്ടി, അലക്സി എക്കിമോവ് എന്നിങ്ങനെ 3 പേർക്കായിരുന്നു രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനായിരുന്നു നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പൊ കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ. ഈ പേര് വായിൽ വരുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. പല തവണ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഈ പേര് നിങ്ങൾക്ക് കിട്ടിക്കോളും. കിട്ടുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരുകൾ പരിചിതമാകും. ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ അത് ക്ലിയർ ആക്കി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രൊനൗൺസിയേഷനിലൂടെ. അപ്പം നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അതുപോലെ തന്നെ അലക്സി എക്കിമോവ എന്നിവർക്കായിരുന്നു എന്താ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് എന്ത് ലഭിച്ചത്? ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായത് അല്ലേ. അതായത് നമുക്കറിയാം നാനോ ടെക്നോളജി എന്താണെന്ന് നിങ്ങൾക്കറിയാം. നാനോ ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്വാണ്ടം ഡോട്ടുകൾ. അപ്പം നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിതെളിച്ച
ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനായിരുന്നു എന്ത് കിട്ടിയത്, അവാർഡ് കിട്ടുകയുണ്ടായത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇതാണ് രസതന്ത്രം. അപ്പൊ നമ്മൾ വൈദ്യശാസ്ത്രം കണ്ടു, ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മനും. ഫിസിക്സിന് ആർക്കാ കിട്ടിയത് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് കഴിഞ്ഞ് കെമിസ്ട്രിക്ക് കിട്ടിയ ആരാ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. പലതവണ നിങ്ങൾ ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിക്കോളും. ആദ്യമേ ഞാൻ പറഞ്ഞു എല്ലാം ഫോറിനേഴ്സ് ആണ്. ഫോറിനേഴ്സിന്റെ പേര് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് മാക്സിമം വായിച്ചു നോക്കുക കേട്ടോ. ഒന്നരാടം ദിവസങ്ങളിൽ, ആദ്യമൊക്കെ ഒന്നരാടം ദിവസങ്ങളിൽ ഒന്ന് വായിച്ചു നോക്കുക, നോട്ട് എടുത്തിട്ട്. ഇനി നോട്ട് എഴുതാത്തവരാണെങ്കിൽ വീഡിയോസ് ഒന്നരാടം ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കേട്ടാലും നമ്മളുടെ മെമ്മറിയിൽ ഇരുന്നോളും. ഇനി നെക്സ്റ്റ് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ആണ്. സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് നോർവീജിയൻ നാടകകൃത്ത് ആയിട്ടുള്ള ആർക്കാണ്? യോൻ ഫോസേക്കാണ്. ഓക്കെ, നോർവീജിയൻ നാടകകൃത്ത് അല്ലെങ്കിൽ സാഹിത്യകാരനായിട്ടുള്ള യോൻ ഫോസേക്കാണ് എന്ത് കിട്ടിയത്? സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യമൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാഹിത്യം നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുള്ളൂ. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച താഴെ പറയുന്നവരിൽ ആർക്കെന്നേ ചോദിക്കുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഒക്കെ വരുന്ന സമയത്താണ് കണ്ടെത്തലുകളും കൂടി അറിഞ്ഞു വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത്. അപ്പൊ സാഹിത്യം ഇത്രയും ഓർത്താൽ മതി. നോർവീജിയൻ കഥാകൃത്തും നാടകകൃത്തുമായിട്ടുള്ള യോൻ ഫോസേക്കാണ് എന്ത് കിട്ടിയത്? സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്കാണ്. നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇറാനിലെ ജനാധിപത്യ അവകാശങ്ങളുടെ അനിഷേധ്യ നേതാവ്, അല്ലെങ്കിൽ ഇറാനിലെ ജനാധിപത്യ അവകാശങ്ങളുടെ നേതാവും അനിഷേധ്യ പ്രവർത്തകയൊക്കെയാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദി, നർഗീസ് മുഹമ്മദി. അപ്പൊ നർഗീസ് മുഹമ്മദിയുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് ലഭിച്ചത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന 19ാമത് വനിതയാണ് നർഗീസ് മുഹമ്മദി. ഓർത്തു വയ്ക്കുക, ഇറാനിലെ ജനാധിപത്യ അവകാശ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി. അതായത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന 19ാമത് വനിതയാണ്. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ 2023 അല്ലേ. ഇപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദി. നെക്സ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് പ്രൊഫസർ ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, പ്രൊഫസർ ക്ലോഡിയ ഗോൾഡിൻ. അപ്പൊ ഓർത്തു വെക്കുക, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പുരസ്കാരം നേടുന്ന 3ാമത് വനിതയാണ് ആരെന്ന് പറയുന്നത്? പ്രൊഫസർ ക്ലോഡിയ ഗോൾഡിൻ. അപ്പൊ നമ്മളിവിടെ നൊബേൽ പുരസ്കാരം പഠിച്ചു കഴിഞ്ഞു. ആദ്യം ആരാ പഠിച്ചത്? വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം കണ്ടു. 2 പേർക്കായിരുന്നു നമുക്കറിയാം. ആരൊക്കെയാണ് 2 പേരെന്ന് ഒന്ന് പേപ്പറിൽ എഴുതി നോക്കിയേ. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിനുള്ള പഠിച്ചു. 3 പേർക്കായിരുന്നു പുരസ്കാരം. ആരൊക്കെയാണ് 3 പേരെന്ന് എഴുതി നോക്കിയേ. പിന്നെ രസതന്ത്രം പഠിച്ചു. 3 പേർക്കായിരുന്നു പുരസ്കാരം. ആരൊക്കെയാണെന്ന് നോക്കുക. സാഹിത്യത്തിന് പഠിച്ചു. സമാധാനം കണ്ടു. പിന്നെ എന്താ കണ്ടത്? സാമ്പത്തിക ശാസ്ത്രവും കണ്ടു. ക്ലോഡിയ ഗോൾഡിൻ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നൊബേൽ പുരസ്കാരത്തിൽ പഠിക്കാനുള്ളത്. നമ്മളോട് PSC ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഏത് എക്സാമിനേഷൻ എടുത്താലും നൊബേൽ പുരസ്കാരം ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ എനിക്കിത് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്താമായിരുന്നു. പിന്നെ ഞാനിത് കറണ്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും പഠിക്കണം. 150 ടോപ്പിക്സ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, വൈകുന്നേരങ്ങളിൽ തരുന്ന ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചത്തക്കാരൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൺഡേ ക്ലാസ് ഇല്ല. നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി സൺഡേ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ മൺഡേ ഉണ്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മൺഡേ കാണാം. താങ്ക്